ഇത്തരത്തിൽ ഈ 29-ാം തീയതി സംവാദം വെച്ചത് താങ്കളുടെ തന്ത്രമാണെന്നാണ് രാജേഷ് ചന്ദ്രശേഖർ പറയുന്നത്. 29-ാം തീയതി മാറ്റാം. അദ്ദേഹം തന്നെ നിശ്ചയിക്കട്ടെ മറ്റൊരു ദിവസവും സ്ഥലവും. ഞാനത് എപ്പോഴും തയ്യാറാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇപ്പം ലാസ്റ്റ് പറയുന്ന മുഖ്യമന്ത്രിയായിട്ടേ സംവാദത്തിനുള്ളൂ. ആ പറയുന്നത് ഒരുതരം മര്യാദകേടെന്ന് മാത്രമേ പറയാൻ പറ്റൂ. സംവാദത്തിന് എന്നെ വെല്ലുവിളിക്കുക, ഞാനത് സംബന്ധിച്ച് സമയം നിശ്ചയിക്കുക, സ്ഥലം നിശ്ചയിക്കുക, അതിനുശേഷം അദ്ദേഹത്തിന് അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേറൊരു സമയം സ്ഥലം നിശ്ചയിക്കാൻ അദ്ദേഹത്തിന് അധികാരം കൊടുക്കുക, അതിനുശേഷം കാലുമാറി വർത്തമാനം പറയുന്നത് ഒരു മര്യാദകേടാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നവർക്ക് പറയാൻ പറ്റുന്ന ഒരു നിലപാടല്ല അത്. പരസ്യ സംവാദത്തിന് അങ്ങയോട് പരസ്യ സംവാദം നടത്താൻ ഒരു താല്പര്യമില്ലായ്മയാണോ അത്? അദ്ദേഹം പരസ്യ സംവാദം നടത്തുന്ന പരീക്ഷയിൽ അദ്ദേഹത്തിന് 0 മാർക്ക് കിട്ടും, എനിക്ക് A+ കിട്ടും. വെൽഫെയർ പാർട്ടിയുടെ വോട്ടിൽ ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു പാർട്ടിയുടെയും പേരെഴുതിയിട്ടില്ല. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർ ആര് വോട്ട് ചെയ്താലും ഞാൻ സ്വീകരിക്കും. എന്തോ നിയമത്തെ തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ചുമതല കേൾപ്പിച്ചത് ഗൂഢാലോചന എന്നാണ് ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുക, എന്നോട് ചോദിക്കുന്ന ചോദ്യമല്ല.